ഹലോ ഗൈസ്, ഇന്ന് രാവിലത്തെ വെളിച്ചെണ്ണ കാണുമ്പോൾ നല്ല അടിപൊളിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി തോട്ടത്തിലേക്കല്ല ഒരു കാടിലേക്ക് ഇറങ്ങിയതാണ്. ഇത് കണ്ടതാണ് കേട്ടോ. തുപ്പൽ മാറുന്ന എന്തോ സാധനമുണ്ട്. എല്ലാവരും പറയുന്നത് പാമ്പിൻ്റെതാവുന്നതാണ് കേട്ടോ. ഇതൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതാ തുളസിയാണ്. നമ്മളതിലേക്ക് നടന്നു പോകാം. ഇതാ ഈ പൂവൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല വിടർന്ന് നിൽക്കുന്ന പൂവുകളാണ്. എന്നതാ മല്ലികൻ്റെ മല്ലിക വിടർന്നതാണ്. പൂമ്പാറ്റൊക്കെ പോണ് കണ്ടില്ലേ. എന്നിട്ട് പോയി എന്നതാ ഈ ഒരു പൂവാണ് അല്ലേ, അടിപൊളി ഒരു പൂവ്. ഈ പൂവ് അവിടെയൊക്കെ ഉണ്ടാവും. ഇത് ശ്രദ്ധണം. ഇത് ബുഷ് ചെടീനാണ്. നമ്മൾ ചെറുതായിട്ട് വളർന്നിട്ടുള്ളൂ. ഇതിങ്ങനെ വലുതാവണം. ഇത് നമ്മളിങ്ങനെ ഞങ്ങൾ കളിക്കുമ്പോൾ ഇത് കരിയേപ്പില കാക്കെടുക്കൂട്ടോ. എന്നതാ മല്ലിക വരുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. മല്ലിക വരുന്നത് ഓറഞ്ചും ഉണ്ട്. അതേമാതിരി തന്നെ മഞ്ഞ പൂ ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളമായിട്ടുള്ളൂ. അതുണ്ട്. ഇതെന്തെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തൊരു സാധനമാണ്. ഇതിൽ ഇങ്ങനെ പൊട്ടിച്ചാലൊരു സാധനം ഒരു കുരുകുരായിട്ട് കിട്ടും. ഞാൻ പൊട്ടിച്ചുതരാം. ഉണ്ടോ അറിയില്ലല്ലോ. അതിലെന്തൊരു കുരു ഉണ്ടല്ലോ, എന്തോ ഒരു കുരുവാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതെ, ഈ ഒരു പൂവാണ് കേട്ടോ. ഇത് നമ്മളെ ഇതാണ് കിരീടപ്പൂ. ഇത് ഇവിടെ ഇട്ടു കിരീടപ്പൂവ്. ഇങ്ങനെ പണ്ടേ നമ്മളിങ്ങനെ ഓണത്തിനൊക്കെ ഇടാനായിട്ട് എടുക്കുമല്ലോ. ഓണം വൈകുന്നല്ലോ ഇപ്പോൾ. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കിരീടപ്പൂ നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എടുത്തുള്ളൊരു ചോലയാണ്. അതൊന്നും നമുക്ക് പോകണം. ഇതാ വലിയ ഇല, നമുക്ക് ഇതിൻ്റെ ഇല വലിയ ഇലയാണ്. എന്ത് എന്താ അപ്പോൾ ഈ ഒരു കിരീടപ്പൂവാണ്. നമ്മളൊക്കെ ഇങ്ങനെ കിരീടപ്പൂവെന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഫുൾ പേരൊന്നും അറിയില്ല. അപ്പോൾ അറിയണമല്ലൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതറിഞ്ഞതാണ് കിരീടപ്പൂവെന്ന് വെച്ചാൽ. ഇതിൻ്റെ ഇങ്ങനെ ഓണത്തിനൊക്കെ ഇതിൻ്റെ ഈ ഒരു പൂ മാത്രമായിട്ട് എടുക്കൽ കണ്ടില്ല. ഈ പൂ മാത്രം എടുക്കും. പൂ മാത്രം എടുത്തിട്ടോ ഇടൽ. അപ്പോൾ കിരീടപ്പൂവാണ് നമ്മളെ കിരീടപ്പൂവെന്ന് പറയുന്നത്. പൂവാണ് കേട്ടോ. ഇതൊരു നല്ല സ്മാർട്ട് ആയിട്ടുള്ളൊരു പൂവാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.